പ്രിയപ്പെട്ട കുട്ടികളെ, മറന്നിട്ടില്ലല്ലോ. നമ്മൾ ഈ ലോക്ക്ഡൗൺ പീരീഡിൽ ഒന്നാമത്തെ അധ്യായം ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കാൻ തുടങ്ങി അല്ലേ? 2 ദിവസം മുന്നേ നമ്മളൊരു വീഡിയോ കണ്ടു. അതുമായി ബന്ധപ്പെട്ട മറ്റു ചില പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു. ടെക്സ്റ്റ് ബുക്കിലുള്ള 2 വർക്കുകൾ ചെയ്യാൻ ഏൽപ്പിച്ചിരുന്നു. 2 എക്സസൈസുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ചെയ്ത റെസ്പോൺസസ് ഗ്രൂപ്പുകളിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞിരുന്നു, അതിൽ എല്ലാ കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. ചില കാര്യങ്ങളെല്ലാം ഈ ഒരു അടുത്ത എക്സ്പ്ലനേഷനും കൂടി കേട്ടാൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. മറ്റൊരു ജനറലായ കാര്യം കൂടി പറയട്ടെ കേട്ടോ. ചിലരൊക്കെ എന്നോട് അഭിപ്രായം പറഞ്ഞിരുന്നു, സാർ നമ്മുടെ ക്ലാസിന്റെ ഓഡിയോ ക്വാളിറ്റി വീട്ടിൽ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടാണ്, ക്ഷമിക്കണം. ഓക്കെ. മറ്റൊന്ന് ലൈറ്റിംഗ്. ഈ പറഞ്ഞ പോലെ നമ്മുടെ സാഹചര്യങ്ങൾ, തിരക്കുകളുടെ ഇടയിൽ നിന്നുകൊണ്ടാണ് ഈ ഓൺലൈൻ ക്ലാസ്സസ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മറ്റുള്ള വീഡിയോ ലെസൺസ് പോലെ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു ക്വാളിറ്റി പ്രോബ്ലം ഉണ്ടാവും. പക്ഷെ ഞാൻ റെക്ടിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ഗ്യാരണ്ടി തരുന്നു. ഇന്നലെ നമുക്ക് ഈ 2ാമത്തെ സെഷനിലേക്ക് കടക്കാം. അരിതമെറ്റിക് സീക്വൻസ് അഥവാ സീക്വൻസസ് എന്ന് പറയുന്ന നമ്മുടെ 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ അടുത്ത സെഷനിലേക്ക് ഞാൻ കടക്കാം. സോ ഇതിന്റെ മുന്നത്തെ ചാപ്റ്റർ അല്ലെങ്കിൽ മുന്നത്തെ സെഷനില്, ചാപ്റ്ററിലുള്ള സെഷനില് നിങ്ങൾക്ക് ഞാൻ കുറേ സീക്വൻസസ് പരിചയപ്പെടുത്തി അല്ലേ? എന്താ സീക്വൻസസ് എന്ന് ഞാൻ പറഞ്ഞു. വാട്ട് ഡു യു മീൻ ബൈ എ സീക്വൻസ്? എ സീക്വൻസ് മീൻസ് there will be a general rule for writing all the terms. That means you can say the next term of a sequence if it is a sequence. അതാ പറഞ്ഞ ഒരു ജനറൽ റൂൾ ഉണ്ട്. അത് വെച്ചുകൊണ്ട് എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിന്റെയോ എന്തിന്റെയോ ഒരു ഫ്ലോ അല്ലെ, ഒരു ഒഴുക്ക് നിങ്ങൾക്ക് അടുത്തത് പറയാൻ പറ്റും. അതെ. സോ ഇവിടേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ കുറെ സീക്വൻസസ് ഇതിന്റെ മുന്നേ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ എന്റെ ക്ലാസ്സിൽ. വൺ ഈസ് ദിസ് വൺ, 1 2 3 4 എക്സെട്ര. നിങ്ങൾ ചിരിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ. കാരണം 1 2 3 4 സാർ ഞങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ, ഞങ്ങൾക്ക് നല്ല ഫെമിലിയർ ആയിട്ടുള്ള സാധനമാണല്ലോ. എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ് അല്ലെ? 1 2 3 4 ഇറ്റ് ഈസ് എ സീക്വൻസ്. നാച്ചുറൽ നമ്പേഴ്സ് സീക്വൻസ്. ഞാൻ പറയും ഇതാണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. നമ്മുടെ സീക്വൻസുകളുടെ ഒക്കെ അടിസ്ഥാനം, ബേസ് എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സ് ആണെന്ന് ഞാൻ പറയും. ഈ കാരണം കേട്ടോ, നമ്മുടെ വിശദീകരണത്തിൽ അത് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? നാച്ചുറൽ നമ്പേഴ്സ് നിങ്ങൾ യൂഷ്വലി എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യാറുള്ളത്? ഏത് അക്ഷരം, വിച്ച് ലെറ്റർ will be used to denote natural numbers? You know, everybody knows, അല്ലേ? എല്ലാവർക്കും അറിയാം. ഏതാണ്? n എന്ന് പറയുന്ന നമ്പർ ഉപയോഗിച്ചുകൊണ്ടാണ്. സോ നാച്ചുറൽ നമ്പറിനെ ഞാൻ ഡിനോട്ട് ചെയ്യുന്നത് n. അഥവാ നാച്ചുറൽ നമ്പറിന്റെ ഫോം എന്ന് പറയുന്നത് n ആണ്. ആദ്യത്തെ n ഏതാ? 1. രണ്ടാമത്തെ n ഏതാ? 2. മൂന്നാമത്തെ n ഏതാ? 3. അങ്ങനെ പോകണം അല്ലേ? ഇപ്പൊ 100ാമത്തെ നാച്ചുറൽ നമ്പർ ഏതാ? 100, 100. അത്രയും കാര്യം, വേറൊന്നുമില്ല. സോ സിമ്പിൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഈ എഴുതിയിരിക്കുന്ന കുറെ സീക്വൻസുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയില്ല. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 1, 1.5, 2, 2.5, 1, 1.5, 2, 2.5 എക്സെട്ര. നമ്മുടെ നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ അല്ലേ? അത് സീക്വൻസ് ആണോ? ആണല്ലോ. എന്തുകൊണ്ട് സീക്വൻസ് ആണ്? യു ക്യാൻ സേ ദ നെക്സ്റ്റ് ടേം. അത് തന്നെ സാർ, ഞങ്ങൾ അടുത്ത ടേം പറയാം. 2.5. അടുത്ത ടേം എത്രയാ? 3. അടുത്ത ടേം എത്രയാ? 3.5, 3.5 അല്ലേ? അഥവാ ഹാഫ് കൂട്ടി കിട്ടുന്ന ടേം. ഇവിടെ 1 അതിൽ തുടങ്ങി, അടുത്തത് ഒരു ഹാഫ് കൂട്ടി 1.5, വീണ്ടും ഒരു ഹാഫ് കൂട്ടി 2, അടുത്തത് വീണ്ടും ഒരു ഹാഫ് കൂട്ടി 2.5. അതൊരു സീക്വൻസ്. അടുത്തത് 1, 4, 9, 16 സ്ക്വയർ നമ്പേഴ്സ് അല്ലേ?
അതൊരു സീക്വൻസ് നമ്മൾ ഇതിന്റെ മുന്നേ കണ്ടു കഴിഞ്ഞു. That means you can say the next square number. അത്ര തന്നെ. അടുത്ത 3, 5, 7, 9 etc. അല്ലേ? ഓഡ് നമ്പേഴ്സ് എന്ന് പറയാൻ പറ്റില്ല. ഓഡ് നമ്പേഴ്സ് എന്ന് പറയാന്നുണ്ടെങ്കിൽ അതിന്റെ മുന്നിൽ ഒരു 1 കൂടി വരണമായിരുന്നു. അത് വന്നിട്ടില്ല. എന്തായാലും അതൊരു സീക്വൻസ് ആണ്. നിങ്ങൾക്ക് അടുത്ത ടൈപ്പ് പറയാൻ പറ്റും. 1, 8, 27 എന്താ ക്യൂബ് നമ്പേഴ്സ് അല്ലേ? ക്യൂബുകളാണ്. അതല്ലേ? അത് നമുക്കറിയാം. പിന്നെ നമ്മളൊരു ടാങ്കിന്റെ ഒരു കഥ പറഞ്ഞിരുന്നു അല്ലെ? ടാങ്കിൽ നിന്ന് വെള്ളം ചോർച്ച 1995, 990 അങ്ങനെ ഒരു സീക്വൻസ് അല്ലേ? അങ്ങനെ. പിന്നെ 4, 8, 12 അല്ലെ? 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഞാൻ പറഞ്ഞില്ലേ? ഒരു 4, 4, 8, 4, 12, 4, 16 സീക്വൻസ് ആണ്. പിന്നെ നമ്മൾ മോളിൽ നിന്ന് വീഴുന്ന പാർട്ടിക്കിൾ ഈസ് falling from a പിന്നെ ടോപ്പ് അല്ലേ? അല്ലെങ്കിൽ ഒരു മോളിൽ നിന്ന് വീഴുന്ന ഒരു പാർട്ടിക്കിളിന്റെ വെലോസിറ്റി, അതിന്റെ വേഗത സൂചിപ്പിക്കുന്ന ഒരു സീക്വൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 9.8, 19.6, 29.4 എന്ന് പറയുന്നത് ധാരാളം സീക്വൻസസ്. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ സീക്വൻസുകളാണ്. അല്ലാതെ കേട്ടോ നിങ്ങളോട് സ്വന്തമായിട്ട് സീക്വൻസ് എഴുതി പഠിക്കാൻ ഞാൻ പറഞ്ഞിരുന്നതാണ്. നമ്മൾ എഴുതിയിട്ടുണ്ടാവും, സ്വയം സീക്വൻസുകൾ എഴുതി ശീലിച്ചിട്ടുണ്ടാവും. എനിവേ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഏതൊരു സീക്വൻസിലും അതിൻ്റെതായ ഒരു റൂൾ അഥവാ ഒരു ആൾജിബ്രിക് ഫോം. ഞാൻ ഇനി ആ റൂളിനെ ഇനി വിളിക്കാൻ പോകുന്നത് ആൾജിബ്രിക് ഫോം എന്ന ഒരു റൂളുള്ള അഥവാ ഒരു ആൾജിബ്രിക് ഫോം ആണ്. Already I have mentioned the algebraic form of natural numbers 1, 2, 3, 4 etc. That is n. That is the base of all sequences. എല്ലാ സീക്വൻസിന്റെ ബേസ് ആണ്. ഇനി അത് വെച്ചുകൊണ്ട് നമുക്ക് ഈ സീക്വൻസുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അഥവാ ഇത് വെച്ചുകൊണ്ട് ഈ സീക്വൻസുകളൊക്കെ നമുക്ക് പറയാൻ പറ്റും. സോ ഹൗ? നമുക്ക് ചെക്ക് ചെയ്യാം എങ്ങനെ. സോ 1, 1.5, 2, 2.5 etc. അല്ലേ? ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. എങ്ങനെയായിരിക്കും എന്തായിരിക്കും ഇതിന്റെ ഒരു ആൾജിബ്രിക് ഫോം എന്ന് പറയാൻ? കുഴപ്പമില്ല, ഞാൻ അതിനോട് റീറൈറ്റ് ചെയ്യും കേട്ടോ. ഈ 1 എന്ന് പറയുന്നത് വേണമെങ്കിൽ 1 അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, ഇപ്പൊ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. ഈ 1.5 എന്ന് പറയുന്നതിനെ നമുക്കൊന്ന് ഫ്രാക്ഷൻ ഫോം ഒന്ന് മാറ്റിയിട്ട് അതിന്റെ ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് ഒന്ന് മാറ്റി നോക്കാം അല്ലേ? അപ്പൊ അങ്ങനെ മാറ്റുകയാണെങ്കിൽ 2 into 1, 2, 2 plus 1, 3, 3/2 എഴുതിയിട്ട് 2 ഞാൻ അങ്ങനെ തന്നെ എഴുതിട്ടോ. അടുത്ത 2.5 I will rewrite that also. 2 into 2, 4, 4 plus 1, 5, 5 divided by 2 etc. Okay? ഇവിടെ ഒരു സംശയം വരുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ചില ഫ്രാക്ഷൻസ്, ചില ഹോൾ നമ്പേഴ്സ് ഒക്കെ വരുന്നുണ്ട് അല്ലേ? സംശയം. ഞാൻ അതിനെ ഒന്നുകൂടി റീറൈറ്റ് ചെയ്യൂട്ടോ. മനസ്സിലായി? 1 എന്നുള്ളതിന് പകരം എനിക്ക് 2/2 എന്ന് എഴുതിക്കൂടെ? 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത 1 ആണ്. 3/2 അങ്ങനെ തന്നെ കിടക്കട്ടെ. അടുത്തതോ 2 എന്നുള്ളതിനെ ഞാൻ again rewrite. I will write it as 4/2. അങ്ങനെ മാറ്റി. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഒരു ആൾജിബ്രിക് ഫോം നമുക്ക് കണ്ടെത്താം, പറയാം, ഈസിയാണ്. നമുക്ക് ഇവിടെ 2, 3, 4 1, 2, 3 എന്നല്ല. 1, 2, 3 എന്നായിരുന്നെങ്കിൽ ഇതിന് പകരം n എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അടിയിൽ ഒരു 2, അതൊരു കോൺസ്റ്റന്റ് ആയിട്ട് വരിക, ഡിനോമിനേറ്റർ സ്ഥിരസംഖ്യ. അപ്പൊ 2 എന്ന മതിയായിരുന്നു. അപ്പൊ ഞാൻ ആ 2 ഇവിടെ ഇടുക കേട്ടോ. അതൊരു കോൺസ്റ്റന്റ് ആണ്, അതൊരു സ്ഥിരസംഖ്യ, മാറുന്നില്ല. പിന്നെന്താ മാറുന്നത്? ഇതാ മാറുന്നത്. എങ്ങനെയാ മാറുന്നത്? ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് നോക്കുക. നാച്ചുറൽ നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ഇതിന് എന്ത് വ്യത്യാസം വന്നു? ഇത് 2 ഒന്നിലൂടെ 1 കൂട്ടിയതാണ്. ഇത് 3 2ലൂടെ 1 കൂട്ടിയതാണ്. ഇത് 4 3ലൂടെ 1 കൂട്ടിയതാണ്. That means we are adding 1 with each natural or corresponding natural numbers. അല്ലേ? 1ലൂടെ 1 കൂട്ടിയ 2, 2ലൂടെ 1 കൂട്ടിയ 3, 3ലൂടെ 1 കൂട്ടിയ 4. അപ്പൊ എന്നിന്റെ സ്ഥലത്തേക്ക് എത്തുമ്പോഴോ വേണ്ട 100ലേക്ക് എത്തുമ്പോ എന്താവും? 101/2 എന്നാവില്ലേ? 1000ലേക്ക് എത്തുമ്പോ എന്താവും?
1001 divided by 2 എന്നാവില്ലേ? 1001/2 എന്നാവില്ലേ? അപ്പൊ എന്നിലേക്ക് എത്തുമ്പോ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? n plus 1 എന്നായിട്ടുണ്ട് അല്ലേ? So the algebraic form of this sequence is 1, 1.5, 2, 2.5 is what is n plus 1 divided by 2. കണ്ടോ? അപ്പൊ നമ്മൾ ആൾജിബ്രിക് ഫോം എങ്ങനെയാ പറഞ്ഞത്? നാച്ചുറൽ നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്. സോ ഇനിയൊക്കെ നമുക്ക് എളുപ്പത്തിൽ പറയാം. 1, 4, 9, 16 സ്ക്വയറുകളാണ്. ആരുടെ സ്ക്വയറുകളാണ്? നാച്ചുറൽ നമ്പർ. 1ന്റെ സ്ക്വയർ, 2ന്റെ സ്ക്വയർ, 3ന്റെ സ്ക്വയർ, 4ന്റെ സ്ക്വയർ. അപ്പൊ n-ന്റെ സ്ഥാനത്ത് എത്തുമ്പോൾ എന്തായിരിക്കും? n സ്ക്വയർ അല്ലേ? n സ്ക്വയർ. സുഖം, എളുപ്പം. അടുത്തത് 3, 5, 7, 9 etc. അതിന്റെ എന്തായിരിക്കും ആൾജിബ്രിക് ഫോം? നമുക്ക് നോക്കാം. 1, 2, 3 വെച്ചുകൊണ്ട് 1ന്റെ സ്ഥാനത്ത് 3 വന്നിട്ടുണ്ട്, 2ന്റെ സ്ഥാനത്ത് 5 വന്നിട്ടുണ്ട്, 3ന്റെ സ്ഥാനത്ത് 7 വന്നിട്ടുണ്ട്. അപ്പൊ എന്തോ സംഭവിച്ചിട്ടുണ്ട്. What is the change upon this natural numbers? ഈ നാച്ചുറൽ നമ്പറിന് എന്ത് ചേഞ്ച് എവിടെ വന്നപ്പോഴേക്ക് വന്നത്? നോക്കുക. 1 3 ആയി. എന്തായാലും ഇരട്ടിയല്ല. ഇരട്ടിയാണെങ്കിൽ 2 ആവുമായിരുന്നുള്ളൂ. 2 5 ആയി. അവിടെ ഇരട്ടിയല്ല, ഡബിൾ അല്ല. അപ്പൊ 4 ആവുമായിരുന്നുള്ളൂ. 3 7 ആയി, ഡബിൾ അല്ല അല്ലേ? അപ്പൊ എന്താ ചേഞ്ച് വന്നിട്ടുണ്ടാവുക? ഇരട്ടിയിലൂടെ ഡബിളിലൂടെ 1 കൂടി, 2ലൂടെ 1 കൂടി, 3 ആയി. ഇതിന്റെ ഡബിൾ 4ലൂടെ 1 കൂടി, 5 ആയി. ഇതിന്റെ ഡബിൾ 6ലൂടെ 1 കൂടി, 7 ആയി. അപ്പൊ n-ന്റെ സ്ഥാനത്ത് എത്തുമ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ടായിരിക്കും? അതിന്റെ ഇരട്ടിയിലൂടെ 1 കൂടിയിട്ടുണ്ടാവും. So what is our algebraic form of this sequence? 3, 5, 7, 9 etc. It is 2n plus 1. Simply 2n plus 1. അല്ലേ? ഇനി അടുത്ത നോക്കാം. 1, 8, 27 etc. എന്തായിരിക്കും ഇതിന്റെ? നമ്മൾ ഇതിന്റെ മുന്നേ പറഞ്ഞു, these are cubes of natural numbers. അപ്പൊ പിന്നെ ഒന്നും സംശയിക്കാനില്ല. നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ n ആണ്. അപ്പൊ അതിന്റെ ക്യൂബ് എന്തായി? n ക്യൂബ് ആയി. അടുത്തതോ 1000, 995, 990 കുറയാണ്. 1ന്റെ സ്ഥാനത്ത് 1000 വന്നു. അടുത്ത സ്ഥാനത്ത് അതിൽ നിന്നൊരു 5 കുറഞ്ഞു. അടുത്ത സ്ഥാനത്ത് അതിൽ നിന്നൊരു 10 കുറഞ്ഞു അല്ലേ? അപ്പൊ എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കാവുന്നതേ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് അവിടെ വെച്ചിട്ട് ഞാനത് നിർത്തുക. ഇപ്പൊ അവിടെ നിർത്തുക. കാരണം അതൊരു കുറഞ്ഞു വരുന്ന ഒരു സീക്വൻസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ അത് ഒരു എക്സ്പ്ലനേഷനിൽ ചെറിയൊരു ബുദ്ധിമുട്ട് വന്നേക്കാം. സോ വെയിറ്റ്, അതവിടെ നിൽക്കട്ടെ. അതിന്റെ ഞാൻ പിന്നെ പറയാം. ഇത് 4, 8, 12 etc. ഇതെന്താ? 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ്. 1നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, 2നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, 3നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ? അത് എളുപ്പാ പറയാം, ഒരു ബുദ്ധിമുട്ടില്ല. അതായത് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു എന്നർത്ഥം. അപ്പൊ എന്താ വരിക? 4n എന്നാണ് വരിക എന്നാണ്. 4n അല്ലേ? ഞാൻ അവിടെ കുറച്ചും കൂടി ലെജിബിൾ ആയിട്ട് എഴുതി തരാം. എന്താ വരിക? 4n എന്നാണ്. അടുത്തതോ 9.8, 19.6, 29.4 etc. ഇത് നമ്മൾ ഇതിന്റെ മുന്നേ ഇതിന്റെ ആൾജിബ്രിക് ഫോം പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? എന്തായിരുന്നു ആൾജിബ്രിക് ഫോം പറഞ്ഞിരുന്നത്? 9.8t. ഞാനിവിടെ ടി മാറ്റുക. ടി എന്ന് പറയുമ്പോൾ നമ്മുടെ ടൈം എന്നുള്ള അർത്ഥത്തിലാണ് കൊടുത്തത്. ടി വേണമെന്നില്ല, ഞാൻ ഈ എണ്ണം കൊടുത്തു. അതായത് ആദ്യത്തെ സെക്കൻഡില്, രണ്ടാമത്തെ സെക്കൻഡില്, മൂന്നാമത്തെ സെക്കൻഡില്. അപ്പൊ ഇതിന്റെ ആൾജിബ്രിക് ഫോം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 9.8t എന്ന് എഴുതിയതിന് പകരം ഇപ്പൊ ഞാൻ എന്ത് എഴുതുന്നു? 9.8n എന്ന് എഴുതുന്നു. അപ്പൊ ഈ ഒരു സീക്വൻസിന് മാത്രമാണ് ഇപ്പൊ നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്, അതിന്റെ ഒരു ആൾജിബ്രിക് ഫോം എഴുതാൻ വേണ്ടിയിട്ട് അല്ലെ? അപ്പൊ അതവിടെ നിൽക്കട്ടെ. കാരണം അത് നെഗറ്റീവും ഒക്കെ വരുന്നത് കൊണ്ട് നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ട് ഇപ്പൊ തോന്നിയേക്കാം. അത് നമുക്ക് ഇനി സീക്വൻസിന്റെ അടുത്ത പ്രത്യേകതകൾ വിശദീകരിക്കുമ്പോൾ കുറച്ചും കൂടി വൃത്തിയായിട്ട് നമുക്കത് മനസ്സിലാക്കാനും പറ്റും, പറയാനും പറ്റും. സോ ഏതൊരു സീക്വൻസ് ആയാലും അതിനൊക്കെ എന്തുണ്ട്? ഒരു ആൾജിബ്രിക് ഫോം ഉണ്ട്. ദാറ്റ് മീൻസ് there is a certain rule. ഇനി എന്താണ് ആൾജിബ്രിക് ഫോമിന്റെ ഗുണം? നമ്മളെ എന്തിന് എന്ത് വരെയാണോ കൊടുക്കുന്നത്
കിട്ടുന്നത് അതിനനുസരിച്ച് അതിന്റെ ഏത് ടേം വേണമെങ്കിൽ കിട്ടും. 100ാമത്തെ നാച്ചുറൽ നമ്പർ 100, എന്നിന് 100 എന്ന് കൊടുത്താൽ മതി. ഇപ്പൊ ഇവിടെ നമുക്ക് ഇതിന്റെ എത്രാമത്തെ ടേം വേണമെങ്കിലും കാണാം. ഇപ്പൊ ഇതിന്റെ നമുക്ക് 4ാമത്തെ ടേം കാണണമെന്നുണ്ടെങ്കിൽ 4 + 1 5/2, 5/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 സുഖമായിട്ട് കിട്ടും. ഇപ്പൊ ഇതിന് നമുക്ക് 4ാമത്തെ ടേം കാണണമെന്നുണ്ടെങ്കിൽ എന്നിന് പകരം 4 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 16 അല്ലേ? അടുത്തത് ഇവിടെ നമുക്ക് എത്രാമത്തെ ടേം? ഇപ്പൊ 4ാമത്തെ ടേം കിട്ടണമെങ്കിൽ 4 എന്ന് ചേർത്ത് കൊടുത്താൽ ഇത് 4 + 1 9. ഇവിടെ നമുക്ക് 5ാമത്തെ ടേം കിട്ടണമെങ്കിൽ 5³ ഉത്തരായി അല്ലേ? അതേപോലെ ഇതവിടെ കിട്ടും. അടുത്തത് ഇപ്പൊ ഇതിന് എത്രാമത്തെ ടേം? ഇപ്പൊ 3ാമത്തെ ടേം ആണ് കിട്ടുന്നത് വെച്ചാൽ 4×3 എത്രയായി? 12. അത് അടുത്ത ഇപ്പൊ ഇതിന് നമുക്ക് 3ാമത്തെ ടേം കിട്ടണമെങ്കിൽ 9.8 × 3 എത്രയായി? 29.4. So that means using the algebraic form you can find any term of that sequence. അത് തന്നെ എന്റെ ഗുണം. algebraic form അറിയുമെങ്കിൽ ആ സീക്വൻസിന്റെ ഏത് ടേം വേണമെങ്കിലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്നർത്ഥം. സിമ്പിൾ, so simple. So any sequence is having an algebraic form and the algebraic form is written on the basis of natural number, that is n. ഇന്നത്തെ ക്ലാസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് അത്രമാത്രം. ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞ് നിർത്താം. ഈ പറഞ്ഞ ചില സീക്വൻസുകൾക്ക് മാത്രം ഒരു പ്രത്യേകത നിങ്ങൾക്ക് കാണാം. ഈ സീക്വൻസ് 1 ആഡ് ചെയ്തിട്ടാണ് കിട്ടുന്നത്. ഈ സീക്വൻസ് വരുമ്പോൾ ഹാഫ് 1/2 ആഡ് ചെയ്തിട്ടാണ് കിട്ടുന്നത്. പക്ഷെ ഈ സീക്വൻസ് വരുമ്പോൾ അതിനെ അങ്ങനെ ഒരു റൂൾ നമുക്ക് പറയാൻ പറ്റില്ല എന്നാണ്. പറ്റില്ല. ഈ ഒരു സീക്വൻസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെ റൂൾ പറയാൻ പറ്റില്ല എന്നാണ്. കാരണം എന്താ? അതൊരു നമ്പർ ആഡ് ചെയ്തിട്ടാണ്, ഒരു കോൺസ്റ്റന്റ് ആഡ് ചെയ്തിട്ടല്ല കിട്ടുന്നത് അല്ലേ? വ്യത്യാസമുണ്ട്. എന്നാൽ ഈ സീക്വൻസ് ഓക്കെയാണ്. ഇതിലൊരു നമ്പർ 2 ആഡ് ചെയ്തിട്ടാണ് കിട്ടുന്നത്. പക്ഷെ ഈ സീക്വൻസിന്റെ കേസ് വരുമ്പോൾ ആ റൂള് ശരിയല്ല. അതായത് ഒരു കോൺസ്റ്റന്റ് ആഡ് ചെയ്തിട്ടല്ല നമുക്ക് അടുത്ത ടേം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ സീക്വൻസ് വരുമ്പോൾ ആഡ് ചെയ്യണ്ട, സബ്സ്ട്രാക്ട് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത് അല്ലെ? ഈ സീക്വൻസിന്റെ കേസ് വരുമ്പോഴും ഇതേപോലെ തന്നെ ആഡ് ചെയ്തിട്ട് 4 ആഡ് ചെയ്തിട്ടാണ് കിട്ടുന്നത്. ഈ സീക്വൻസിന്റെ കേസ് വരുമ്പോൾ 9.8 ആഡ് ചെയ്തിട്ടാണ് കിട്ടുന്നത്. ഇതിന്റെ മുന്നേ ഞാൻ മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്നത് 1 അല്ലേ? 4 അല്ലേ? 7 എക്സെട്രാ. ഇതൊരു സീക്വൻസ് ആണ് അല്ലേ? ഈ സീക്വൻസിന്റെ ഏത് ടേമും പറയാം. ഈ സീക്വൻസിന്റെ ആൽജിബ്രിക് ഫോം എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതി നോക്കാം. എന്തായിരിക്കും? ഇപ്പൊ 1 4 7 അല്ലെ? എന്തായിരിക്കും ഇതിന്റെ ഒരു ആൽജിബ്രിക് ഫോം എന്നുള്ളത് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. അതായത് ഇവിടെ 1 4 7 ഞാൻ ഇതിനെ, അതായത് ഈ എഴുതിയിരിക്കുന്ന ആൽജിബ്രിക്സ് ഇതിനെ 3 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാൻ ഇതിനെയൊക്കെ, അതായത് 1 2 3 4 നെയൊക്കെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്കും 3 6 9 എക്സെട്രാ എന്നാണ്. ഇങ്ങനെ എഴുതുന്നതിന് ഞാൻ എന്താ പേര് പറയുക? 3 എന്നാണ് പറയുക, 3 എന്നാണ് പറയുക. പക്ഷെ ഒരിക്കലും അതല്ല ഞാൻ എഴുതിയ സീക്വൻസ്. ഇതിന് എന്തോ ഒരു വ്യത്യാസം സംഭവിച്ചു. 3ൽ നിന്ന് 2 കുറഞ്ഞു, 6ൽ നിന്ന് 2 കുറഞ്ഞു, 9ൽ നിന്ന് 2 കുറഞ്ഞു. So I will write the algebraic form of this sequence as what is 3n minus 2. കണ്ടോ? അപ്പൊ അതും ഒരു സീക്വൻസ് ആണ്. പക്ഷെ ഈ പറഞ്ഞ ഇത് പിന്നെ അതുപോലെ തന്നെ ഇത് അല്ലേ, ഇതൊക്കെ എല്ലാം ഒരു certain റൂള് വെച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഒരു കോൺസ്റ്റന്റ്, ഒരു നമ്പർ ആഡ് ചെയ്തിട്ടോ സബ്സ്ട്രാക്ട് ചെയ്തിട്ടോ ആണ് ആ സീക്വൻസ് ഉണ്ടാവുന്നത് എന്നർത്ഥം അല്ലേ? ഇങ്ങനെയുള്ള സീക്വൻസുകളെ, അതായത് ഒരു നമ്പറിനോട് കൂടി, ഒരു ടേമിനോട് കൂടി ഒരു സ്ഥിരമായ സംഖ്യ, ഒരു കോൺസ്റ്റന്റ് ആഡ് ചെയ്തിട്ടോ സബ്സ്ട്രാക്ട് ചെയ്തിട്ടോ നെക്സ്റ്റ് ടേമുകൾ കിട്ടുകയാണെങ്കിൽ
തിരിച്ച് ഒരു കാര്യം കൂടി പറയാം. അടുത്തടുത്ത രണ്ട് ടേമുകളുടെ ഡിഫറൻസ് ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇതിന്റെ ഡിഫറൻസ് 1, ഇതിന്റെ ഡിഫറൻസ് 1, ഇതിന്റെ ഡിഫറൻസ് 1, ഇതിന്റെ ഡിഫറൻസ് ആരാ, ഇതിന്റെ ഡിഫറൻസ് ആരാ, ഇതിന്റെ ഡിഫറൻസ് ആരാ. അടുത്ത ഒന്ന് നോക്കാം. ഇതിന്റെ ഡിഫറൻസ് ഇത് അതുപോലെ തന്നെയാണ്, മാറ്റം. ഇതിന്റെ ഡിഫറൻസ് 2, ഇതിന്റെ ഡിഫറൻസ് 2, ഇതിന്റെ ഡിഫറൻസ് 2. പക്ഷേ ഇതല്ല, ഡിഫറൻസ് സെയിം അല്ല. ഇതിന്റെ ഡിഫറൻസോ -5, -5, -5. ഇത് 4, 4, 4. ഇത് 9.8, 9.8. ഇതോ 3, 3, 3. അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള സീക്വൻസുകളെ ഒരു കോൺസ്റ്റന്റ്, അടുത്തടുത്ത ടേമുകളുടെ ഡിഫറൻസ് ഒരു കോൺസ്റ്റന്റ് കിട്ടുമെങ്കിൽ it can be a fraction, അത് കുഴപ്പമില്ല, ഫ്രാക്ഷൻ ആയിക്കോട്ടെ. it can be a negative number, okay, അത് കുഴപ്പമില്ല, അതൊന്നും പ്രശ്നമില്ല. it can be a rational number, √2, അങ്ങനെയുള്ളതൊക്കെ വരാം, ഒരു കുഴപ്പമില്ല. ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ അത്തരത്തിലുള്ള സീക്വൻസുകളെ ഇന്ന് മുതൽക്ക് നമ്മൾ ഒരു സ്പെഷ്യൽ പേര് വിളിക്കാൻ പോവുകയാണ്. and that is arithmetic sequence, and I will write it as simply AP, arithmetic progression അഥവാ arithmetic sequence. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഈ പറഞ്ഞ ഇത്രയും കാര്യം. അപ്പൊ ഇന്ന് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തത് ആൽജിബ്രിക് ഫോമില. സോ ഞാൻ ഒരു ഇതിന്റെ സീക്വൻസിന്റെ ആൽജിബ്രിക് ഫോം അവിടെ ഇപ്പൊ വിട്ടിട്ടുണ്ട്. കാരണം അത് ഇന്നത്തെ ക്ലാസ്സിൽ അത് പറയണ്ട, നെഗറ്റീവ് വരുന്നത് കൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് അത് ഞാൻ ഒന്നുകൂടി വൃത്തിയായിട്ട് വിശദീകരിക്കാവുന്നതേ ഉള്ളൂ. സോ ഇന്ന് ഞാൻ പറഞ്ഞത് ആൽജിബ്രിക് ഫോമിനെ പറ്റിയും what do you mean by an arithmetic sequence or arithmetic progression എന്നുള്ളതിനെ പറ്റിയുമാണ്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ടെക്സ്റ്റ് ബുക്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ആദ്യത്തെ 2 എക്സസൈസുകൾ കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ളത് 3ാമത്തെ എക്സസൈസ് ആണ്. ആ ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കണം. എന്താണ് അരിതമെറ്റിക് സീക്വൻസ് എന്ന് നമ്മൾ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുക, വായിക്കുക, അതിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം ഈ എക്സസൈസുകളെല്ലാം ചെയ്യുക. നമുക്ക് വീണ്ടും അടുത്ത ദിവസം ഈ വർക്കുകളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കാണാം. താങ്ക് യു.